നമസ്കാരം. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിർപ്പിൽ തന്നെ. തോമസ് കെ തോമസിന്റെ മന്ത്രിപദവി വിഷയത്തിൽ തീരുമാനമെടുക്കാനാവാതെ NCP ദേശീയ നേതൃത്വം നിലയുറപ്പിക്കുന്നതും ഇതുകൊണ്ടാണ്. വിഷയത്തിൽ NCP അധ്യക്ഷൻ ശരത് പവാറിന്റെയും CPM ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിന്റെയും സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലും തീരുമാനമായില്ല. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ കഴിയില്ലെന്ന നിലപാട് കാരാട്ടിനെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കാര്യകാരണങ്ങൾ സഹിതമാണ് വിശദീകരണം നൽകിയത്. ഇതോടെ ശരത് പവാറിന്റെ അടുത്ത നീക്കം നിർണായകമാകും. ഇതിനിടെ ഡൽഹി ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കിയതിൽ മന്ത്രി AK ശശീന്ദ്രൻ അതൃപ്തി അറിയിച്ചുവെന്നാണ് വിവരം. അന്തിമ തീരുമാനം വേണമല്ലോ എന്നാണ് ഇന്നലെ ചർച്ചകൾക്ക് മുൻപ് കുട്ടനാട് MLA തോമസ് കെ തോമസ് പ്രതികരിച്ചത്. വൈകിട്ട് 6-ന് ശരത് പവാറിന്റെ വീട്ടിൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ അപ്രതീക്ഷിതമായാണ് കാരാട്ട് എത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെ ഇടപെടലിനെ തുടർന്നാണിതെന്നാണ് വിവരം. 20 മിനിറ്റോളം ചർച്ച നടത്തി. പിന്നീട് തോമസ് കെ തോമസ് ഒറ്റയ്ക്കും പവാറിനെ കണ്ടു. കാരാട്ടും പവാറും പ്രത്യേകമായിട്ടാണ് സംസാരിച്ചത്. മഹാരാഷ്ട്രയിൽ NCPക്ക് വലിയ തിരിച്ചടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ കരുത്ത് പവാറിനില്ല. അതിനാൽ പിണറായിയെ പിണക്കാൻ പവാറിന് താല്പര്യമില്ല. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാത്തതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. മുന്നണി സംവിധാനത്തിൽ മന്ത്രിയെ നിശ്ചയിക്കുക അതത് പാർട്ടികളാണെങ്കിലും അതുണ്ടാവാത്തതിലെ അതൃപ്തി ചാക്കോ കാരാട്ടിനെ അറിയിച്ചു എന്നാണ് വിവരം. അതിനുശേഷമാണ് പവാറുമായി കാരാട്ട് ചർച്ച ചെയ്തത്. ഇതിൽ പിണറായിയുടെ നിലപാടടക്കം കാരാട്ട് വിശദീകരിച്ചു. മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കായി ഡൽഹിയിലെത്തിയിരുന്ന NCP MLA തോമസ് കെ തോമസ് നാട്ടിലേക്ക് മടങ്ങി. ഇന്ന് ശരത് പവാറുമായി വീണ്ടും ചർച്ച നടത്തുമെന്നാണ് തോമസ് കെ തോമസ് ഇന്നലെ അറിയിച്ചിരുന്നത്. നാട്ടിലെത്തിയ ശേഷം മുഖ്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസമാണ് മന്ത്രിമാറ്റത്തിലെ തീരുമാനം നീളുന്നതിൽ കടുത്ത അതൃപ്തിയിൽ തോമസ് കെ തോമസ് MLA ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഡൽഹിയിലെ ശരത് പവാറിന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. എല്ലാ കാര്യങ്ങളും ശരത് പവാറിനെ ബോധിപ്പിച്ചു എന്നും ഇത് സംബന്ധിച്ച കത്ത് നൽകിയെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. മന്ത്രിയാകാൻ താൻ ഓടി നടക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നതെന്നും എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളെന്നും തോമസ് കെ തോമസ് പറഞ്ഞിരുന്നു. മന്ത്രിമാറ്റം പാർട്ടി തീരുമാനമാണ്. ഇക്കാര്യം ശരത് പവാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. AK ശശീന്ദ്രനെ ചർച്ചയ്ക്ക് വിളിച്ചോ എന്ന കാര്യം തനിക്കറിയില്ലെന്നും പറഞ്ഞിരുന്നു. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ശരത് പവാർ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയും വരെ കാത്തിരിക്കാനായിരുന്നു മറുപടി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കാത്തതിൽ തോമസ് കെ തോമസിന് കടുത്ത അതൃപ്തിയുണ്ട്. വിഷയത്തിൽ അന്തിമ തീരുമാനം വേണമെന്നായിരുന്നു തോമസ് കെ തോമസ് നേരത്തെ പ്രതികരിച്ചത്. നിരാശയല്ല മറിച്ച് പ്രത്യാശയാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ പാർട്ടിക്ക് മന്ത്രി വേണ്ടെന്ന് NCP സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരുന്നു. ഏറെ നാളായി തർക്കത്തിലുള്ള NCPയിലെ മന്ത്രിമാറ്റത്തിൽ അന്തിമ നീക്കത്തിലാണ് PC ചാക്കോയും തോമസും. അവസാനവട്ട ശ്രമമെന്ന നിലയ്ക്കാണ് ശരത് പവാർ വഴിയുള്ള ഇടപെടലിന് ശ്രമിച്ചത്. ദേശീയ നേതൃത്വം വരെ അംഗീകരിച്ച മന്ത്രിമാറ്റത്തിൽ അപ്രതീക്ഷിത ഉടക്കിട്ടത് മുഖ്യമന്ത്രിയാണ്. കൂറുമാറാൻ 100 കോടി കോഴ വാഗ്ദാനം ചെയ്തു എന്ന വിവാദത്തിൽ തോമസിനെ മന്ത്രിയാക്കാൻ പറ്റില്ലെന്ന് മുഖ്യമന്ത്രി ഉറച്ച നിലപാടെടുത്തു. ഇതോടെ മന്ത്രിമാറ്റ നീക്കം വഴിമുട്ടി. തോമസ് ഇല്ലെങ്കിൽ പാർട്ടിക്ക് മന്ത്രി വേണ്ടെന്ന നിലപാടെടുത്താണ് കേരള NCPയുടെ പുതിയ തന്ത്രം. ഇതിന് പിന്നിലും പിണറായി വഴങ്ങില്ല എന്നാണ് സൂചന.